കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. കണ്ണൂർ വടകര ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നു. മേഘ ചേരുന്നു. മേഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹലോ മേഘ, മണ്ണിടിച്ചിലിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞ് താന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. മേഘ ചേരുന്നു. മേഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞ് താന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമം നടന്നു വരികയാണ്. കണ്ണൂർ വടകര ഭാഗങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. കനത്ത മഴയാണ് 2 ദിവസമായി ഈ പ്രദേശങ്ങളിൽ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. കോൺക്രീറ്റ് ചെയ്ത ഭാഗം കൂടി ഇടിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ മണ്ണെടുത്തതിന് ശേഷം അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെറും കോൺക്രീറ്റ് മാത്രം ചെയ്തു പോയതിൻ്റെ പ്രശ്നമാണ്. കല്ലിട്ട് കെട്ടി ബലപ്പെടുത്താതെ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. അതാണിപ്പോൾ ഇടിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം. മേഘ ചേരുന്നു. മേഘ, വിശദാംശങ്ങൾ. കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി മണ്ണെടുത്ത് കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞ് താന്നത്. മേഘ ചേരുന്നു. മേഘ, വിശദാംശങ്ങൾ. ഷമ്മി, രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ മുക്കാളിക്ക് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കോൺക്രീറ്റ് ചെയ്ത ഭാഗം, അതായത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു താഴ്ന്നത്. അതിനൊപ്പം റോഡിലേക്കും മണ്ണിടിഞ്ഞു താഴ്ന്നു. തലനാരിഴയ്ക്കാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടത്. നിലവിൽ കണ്ണൂർ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വഴി തിരിച്ചു വിടുകയാണ്. വലിയ ഗതാഗത തടസ്സമാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് ദേശീയപാത അതോറിറ്റിയോട് ഈ സ്ഥലം കോൺക്രീറ്റ് ചെയ്യണം എന്ന് റവന്യൂ വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഈ സ്ഥലം കോൺക്രീറ്റ് ചെയ്തത്. ഏതായാലും വലിയ ഭാഗം, അതായത് കഴിഞ്ഞ മാസമാണ് ഇത് കോൺക്രീറ്റ് ചെയ്തത്. ആ ഭാഗം ഉൾപ്പെടെ ഇടിഞ്ഞു വീണ അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. വലിയ ഗതാഗത തടസ്സമാണ് കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിൽ ഈ മുക്കാളിക്ക് സമീപമായി നിലവിൽ ഉള്ളത്. കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണ് ഇടിഞ്ഞു വീണു. വിശദാംശങ്ങൾ നൽകിയത് മേഘ.